ശബരിമല സന്നിധാനം ഭക്തിസാന്ദ്രം ഇന്ന് 45,000-ലേറെ ഭക്തർ ഇതുവരെ ദർശനം നടത്തി ദീപാരാധന ആരംഭിച്ചു. രാവിലെ അനുഭവപ്പെട്ട ഭക്തജന തിരക്കിന് ചെറിയ ശമനമുണ്ട്. 11 മണിക്ക് ഹരിവരാസനത്തോടെ നട അടയ്ക്കും. വിവരങ്ങളുമായി എം മനോജ് ചേരുന്നുണ്ട്. മനോജ്, ഇപ്പോൾ ശബരിമലയിലെ ദീപാരാധന അല്പസമയം മുൻപ് കഴിഞ്ഞിരുന്നു. ഭക്തിസാന്ദ്രം തന്നെയല്ലേ സന്നിധാനം? ദീപാരാധന അല്പസമയം മുമ്പാണ് കഴിഞ്ഞത്. നിരവധി ഭക്തജനങ്ങൾ ഈ ദീപാരാധന സമയത്ത് ഇവിടേക്ക് ഒഴുകിയെത്തിയിരുന്നു. കലിയുഗ വരദനെ കാണാൻ ശരണ മന്ത്രങ്ങൾ മുഴക്കി അയ്യപ്പന്മാർ ഓരോരുത്തരായി അങ്ങനെ ആ സന്നിധാനത്തേക്ക് എത്തുകയാണ്. എന്തായാലും ഈ ഒരു സന്നിധാനം ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭക്തിസാന്ദ്രമായി തന്നെ തുടരുകയാണ്. രാവിലെ അനുഭവപ്പെട്ട തിരക്ക് അത് വൈകിട്ടോടെ ആ തിരക്കിന് അല്പം ശമനമുണ്ട്. എന്തായാലും ഇന്ന് 45,000-ഓളം ഭക്തജനങ്ങൾ ദർശനം നടത്തി കഴിഞ്ഞു. ഇതുവരെ ഏകദേശം 3 ലക്ഷം വരെയാണ് ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു മണ്ഡലകാലത്ത് ഭക്തജനങ്ങൾ നിരവധിയായി ഈ ശബരിമലയിലേക്ക് എത്തുന്നുണ്ട്. ദീപാരാധന സമയത്തുൾപ്പെടെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും ഈ സന്നിധാനത്തുള്ള അയ്യപ്പന്മാരെ. എന്തായാലും ഭക്തിസാന്ദ്രം തന്നെയാണ് ഈ ഒരു മണ്ഡലകാലം. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ, അതായത് കഴിഞ്ഞ ദിവസമായിരുന്നു ഈ മണ്ഡലകാലത്ത് ഏറ്റവും കൂടുതൽ ഭക്തർ ദർശനത്തിനെത്തിയ ദിവസം. ഇത്തവണ ഓൺലൈൻ ബുക്കിങ്ങിലൂടെയാണ് കൂടുതൽ ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിങ്ങും ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവർക്ക് വേണ്ട ക്രമീകരണങ്ങൾ, അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കുമെന്ന് തന്നെയാണ് അധികൃതരൊക്കെ പറയുന്നത്. എന്തായാലും ഇന്ന് ഈ ഒരു ദീപാരാധന അല്പസമയം മുമ്പ് നടന്നത് തന്ത്രിയായിട്ടുള്ള കണ്ഠരര് രാജീവരുടെ കാർമ്മികത്വത്തിൽ തന്നെയാണ്. ആ ദീപാരാധനയ്ക്ക് ശേഷം അയ്യനെ കാണുവാൻ, അയ്യനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളാണ് എനിക്ക് പിന്നിലുള്ളത്. ഇപ്പോൾ പുഷ്പാഭിഷേകമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പുഷ്പാഭിഷേകത്തിന് വേണ്ടി പുഷ്പങ്ങളുമായി ഭക്തജനങ്ങൾ ആ ശ്രീകോവിലിന് അരികിലൂടെ കടന്നു പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്തായാലും വ്രതം നോറ്റുകൊണ്ട് ശരണമന്ത്രങ്ങൾ മുഴക്കി മാലയിട്ടുകൊണ്ട് അവരിങ്ങോട്ടേക്ക് ഭക്തജനങ്ങൾ ഓരോരുത്തരായി ഈ മല ചവിട്ടി ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. അയ്യനെ ഒരു നോക്ക് കാണണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി, ആ ഒരു മോഹത്തോടു കൂടി ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. എന്തായാലും ഈ ഒരു മണ്ഡലകാലം മുഴുവനും ഇത്രയും അധികം ഈ ഭക്തജന തിരക്ക് നമുക്ക് ഈ സന്നിധാനത്ത് കാണുവാൻ സാധിക്കും. ലോകമെമ്പാടുമുള്ള അയ്യപ്പ വിശ്വാസികൾ, സ്വാമിമാർ, അവരൊക്കെ തന്നെ ഈ ഒരു മണ്ഡലകാലത്ത് ഇവിടേക്ക് എത്തുവാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ഇനിയുമുണ്ട് ലക്ഷങ്ങൾ ഈ സന്നിധാനത്തേക്ക് എത്തുവാൻ. അത് തന്നെ നമുക്ക് ഓരോ വർഷത്തെയും കണക്കുകൾ നോക്കുമ്പോൾ അറിയാം. കോടിക്കണക്കിന് ഭക്തജനങ്ങളാണ് ശബരിമലയിലേക്ക് എത്തി അയ്യപ്പനെ ദർശിക്കുന്നത്. കലിയുഗ വരദനെ, കാനനവാസനെ കാണുവാൻ വേണ്ടി ഭക്തജനങ്ങൾ ഓരോരുത്തരായി സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ആ ഒരു മന്ത്രവും വിളിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. മനസ്സിലും ശരീരത്തിലും ഒക്കെ ആ വ്രതം നോറ്റുകൊണ്ട് ഒരേ വികാരത്തോടെ, ഒരേ ലക്ഷ്യത്തോടു കൂടി ഗുരുസ്വാമിമാരും മാളികപ്പുറങ്ങളും കുഞ്ഞയ്യപ്പന്മാരും അതോടൊപ്പം തന്നെ അയ്യപ്പന്മാരുമൊക്കെ ഇങ്ങനെ ഇരുമുടിക്കെട്ടുമായി എത്തുകയാണ്. ഇവിടെ എത്തിയ ശേഷം, അയ്യപ്പനെ ദർശിച്ച ശേഷം, നെയ്യഭിഷേകത്തിന് ശേഷം പിന്നീട് ഈ മലയിറങ്ങുമ്പോൾ അടുത്ത വർഷത്തെ കാത്തിരിപ്പിലാണ്, അടുത്ത മണ്ഡലകാലത്തിനുള്ള കാത്തിരിപ്പിലാണ് ഓരോ അയ്യപ്പന്മാരും. അതുതന്നെയാണ്, ശരണമന്ത്ര മുഖരിതമാണ് സന്നിധാനം. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും വിവരങ്ങളുമായി ചേരുകയായിരുന്നു എം മനോജ്.